ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ അമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ കിച്ചൺ ടിപ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ പപ്പടം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഓയിലിൽ പപ്പടം പൊരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇഷ്ടമാണെങ്കിൽ കൂടി അവർ കഴിക്കാൻ മടിക്കും. എന്നാൽ ഒട്ടും ഓയിലില്ലാതെ നമുക്ക് പപ്പടം വറുത്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ പെന്നുകൊണ്ട് വരച്ച പാടില്ലേ, കൂടുതലും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പം അവിടെ യൂണിഫോമിലൊക്കെ പെന്നുകൊണ്ട് വരച്ച പാടില്ലേ, അത് നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പെർഫ്യൂം ഉണ്ടാവും. ഏത് പെർഫ്യൂം ആയാലും കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ പെൻ വെച്ചിട്ട് വരച്ച ഭാഗത്തേക്ക് പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പെർഫ്യൂം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ഈ പാട് പോയി കിട്ടും. മുന്നേയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ യൂണിഫോമിലൊക്കെ പെന്ന് വെച്ചിട്ട് വരച്ച പാടുണ്ടായിരിക്കും. അതെങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ഏത് വെള്ള ഡ്രസ്സായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വിദ്യ കൊണ്ട് ഈ പെന്നിൻ്റെ പാടൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പം ഞാനിത് ചെയ്യുന്നത് ജീൻസിലാണ്. ഇനിയിപ്പം ഞാൻ യൂണിഫോമിൽ പെന്ന് വെച്ചിട്ട് വരച്ചിട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. നന്നായിട്ട് തന്നെ പെന്ന് വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്യാണ്. സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ആ ഇങ്ക് സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇനിയിപ്പം നമ്മളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇങ്കാക്കി കൊണ്ട് വരുവാണെങ്കിൽ അവരെ വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു സ്പ്രേ പ്രയോഗം മാത്രം മതി. ഇനി നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ ഒരു സ്പ്രേയുടെ ആ ഒരു ലിക്വിഡ് ആ തുണിയിലുണ്ടാവും. ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി, അതൊക്കെ മാറിക്കോളും. കണ്ടില്ലേ, നമ്മൾ ആ സ്പ്രേ അടിച്ചെടുത്ത് ഇങ്കെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ആ സ്പ്രേ അങ്ങനെ തന്നെ ആ പാൻറ്റിലുണ്ട്. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് പോവോ ഇല്ലയോ എന്ന്. ഇത് പെട്ടെന്ന് തന്നെ ഒരു വട്ടം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സ്പ്രേ ഇത് മാറിക്കിട്ടും. ആ ഇങ്കും കാണില്ല. ദാണ്ട ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തെടുത്തതാണ്. ഒരു തുള്ളി ഇങ്കോ ഒരു തുള്ളി സ്പ്രേയോ ആ പാൻറ്റിൽ കാണുന്നില്ല. നേരത്തെ നമ്മൾ ആ യൂണിഫോം ഉണ്ടായിരുന്നില്ലേ, അതുകൂടി കാണിച്ചു തരാം. അതിലും ആ ഇങ്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് തേങ്ങ എളുപ്പത്തിൽ ഒട്ടും സമയമെടുക്കാതെ തന്നെ നമുക്ക് തേങ്ങ വറുത്തെങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു ഒരു മുറി തേങ്ങ തിരുമിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ മിക്സിയുടെ ജാറിൽ പൾസ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറക്കുമ്പം എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടില്ല. നമുക്കിതിനു വേണ്ടി ഒരു കുക്കർ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നേരത്തെ തിരുമ്മി വച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുക്കർ നന്നായി ചൂടായ ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ എത്ര തേങ്ങ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു മുറി തേങ്ങ മാത്രമാണ് എടുത്തത്. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. നമ്മൾ വിസിലിടാൻ പാടില്ല. അതുപോലെ തന്നെ വളരെ ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ കുക്കറൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ഈ നന്നായിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചൂടിൽ തന്നെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ ചൂടിൽ നമുക്ക് എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ മൂത്ത് കിട്ടും. ഇത് ഏകദേശം ചെയ്ത് കിട്ടാൻ ഒരു 3 മിനിറ്റിൽ താഴെ മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മളിപ്പോൾ 2 പ്രാവശ്യമാണ് ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. തീ വളരെ കുറച്ച് മാത്രം ഇട്ട് ചെയ്യുക. ഇതിപ്പം നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കുപ്പിയിലേക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഞാനിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മൾ തീയലിനും കടല, മീൻ ഒക്കെ ചെയ്യുന്നതിന് ഈ തേങ്ങ വറുത്തതാണ് ഉപയോഗിക്കുന്നത്. ഏത് കറിയാണോ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള മസാല ആ സമയത്ത് എടുത്ത് ഒന്നും കൂടെ ചൂടാക്കി മിക്സിയിൽ അരച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇനി അടുത്തത് നമ്മൾ സാധാരണ പപ്പടം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പപ്പടം ഇഷ്ടമാണെങ്കിലും എണ്ണയിൽ വറക്കുന്നതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ട് നമുക്ക് ഇന്ന് പപ്പടം വറുത്തെടുക്കാം. ഞാൻ അതിനു വേണ്ടി ഈ പപ്പടം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കാം. കുക്കർ നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കുക്കറിൻ്റെ ചൂട് കൊണ്ട് പപ്പടം നമുക്ക് നന്നായിട്ട് പൊള്ളി കിട്ടും. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ പപ്പടം പൊള്ളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി പപ്പടം കഴിക്കാൻ ഇഷ്ടമുള്ളവരാരും മടിക്കണ്ട. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഈ പപ്പടം പൊള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റീൽ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ കുക്കറാണെങ്കിൽ അതിലായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. നമുക്ക് എത്ര പപ്പടം വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ പപ്പടം ഒന്ന് പൊടിച്ച് കാണിക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്ര ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയതെന്ന്. അപ്പോൾ ഇനി പപ്പടം കഴിക്കാൻ ഇഷ്ടമുള്ളവരാരും മറക്കണ്ട, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും ആഹാരത്തിലൊക്കെ എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. അത് അസുഖമുള്ളവരായാലും ഇല്ലാത്തവരായാലും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ 3 ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മടിക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമ്മളുടെ കുക്കിങ്ങും നമ്മളുടെ വീട്ടിലെ പണികളും എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തീർക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ 3 ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.